നമസ്കാരം. സിക്കിമിൽ ഒരു അപകടമുണ്ടായതിൻ്റെ വാർത്ത നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ വന്നു. നമ്മുടെ നാടിൻ്റെ ഒരു പ്രത്യേകത, നമ്മളൊരു രാജ്യമാണെങ്കിലും ഒരു ദേശമാണെങ്കിലും നമ്മൾ പ്രാദേശികമായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ്. കേരളത്തിലുണ്ടാവുന്ന അപകടം പോലെ ഒരു പ്രാധാന്യവും തൊട്ടയൽപ്പക്കത്തെ തമിഴ്നാട്ടിലുണ്ടാവുന്നതിന് നമ്മൾ കൊടുക്കില്ല. തമിഴ്നാട്ടിലോ ആന്ധ്രയിലോ കർണാടകയിലോ ഒക്കെ ആണെങ്കിൽ ഒട്ടും ശ്രദ്ധിക്കില്ല. അപ്പോൾ പിന്നെ സിക്കിമിൽ ഒരു അപകടമുണ്ടായി 25 പേർ മരിച്ചു എന്നറിഞ്ഞാൽ നമുക്കൊരു പ്രാധാന്യവുമില്ല. നമുക്കതൊരു ഫീൽ ചെയ്യുന്ന വാർത്തയല്ല. നാഷണൽ ഹൈഡ്രോ പവർ കോർപ്പറേഷൻ്റെ ഒരു തുരങ്ക നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് അപകടമുണ്ടാകുന്നത്. അതിൽ മരിച്ച 25 പേരും വ്യത്യസ്തമായ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ്. 20-ാം തീയതി ആയിരുന്നു അപകടം. കണ്ടെത്തിയ ഒരു മൃതദേഹം ഒരു മലയാളിയുടേതാണ് എന്ന് നമ്മളിൽ പലരും അറിഞ്ഞെങ്കിലും ആരാണ് മലയാളി എന്ന് നമ്മൾ ശ്രദ്ധിച്ചില്ല. അനീഷ് മോഹനൻ എന്ന കോട്ടയം മണ്ണർകാട് സ്വദേശിയാണ് ആ മലയാളി. ഈ അനീഷ് മോഹൻ ഒരു ശാസ്ത്രജ്ഞനായിരുന്നു. സയൻറ്റിഫിക് മലയാളി എന്നു പേരുള്ള ഒരു യൂട്യൂബിൻ്റെ ഉടമ കൂടിയായിരുന്നു. നാഷണൽ ഹൈഡ്രോ പവർ കോർപ്പറേഷനിലെ ഒരു സീനിയർ മാനേജരായി പണിയെടുക്കുകയായിരുന്നു. തുരങ്ക നിർമ്മാണത്തിന് ഉത്തരവാദിത്വമുണ്ടായിരുന്നു. അപകടത്തിൽപ്പെട്ട് മരിച്ചുപോയി. പക്ഷേ അനീഷ് മോഹൻ മലയാളികൾക്ക് സുപരിചിതനാണ്. മലയാളികൾക്ക് ശാസ്ത്രബോധമുണ്ടാക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുള്ള ഒരു മനുഷ്യനാണ് അനീഷ് മോഹൻ. നിരന്തരം ശാസ്ത്രീയ വിഷയങ്ങളെക്കുറിച്ച് അദ്ദേഹം വ്ളോഗ് ചെയ്യുമായിരുന്നു. 20 മിനിറ്റും 25 മിനിറ്റും ഒക്കെയുള്ള അദ്ദേഹത്തിൻ്റെ വ്ളോഗിലൂടെയാണ് മലയാളികൾ പലപ്പോഴും ഇത്തരം കടുകട്ടിയായ വിഷയങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. സയൻറ്റിഫിക് മലയാളി എന്ന അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനൽ ഏതാണ്ട് 2,76,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ധാരാളം വീഡിയോകൾ ഈ സയൻറ്റിഫിക് മലയാളിയിൽ ഇതിനോടൊപ്പം വന്നിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ വീഡിയോ അപ്ലോഡ് ചെയ്തത് 12 ദിവസം മുമ്പാണ്. പ്രോജക്റ്റ് അസോറിയൻ എന്നായിരുന്നു ആ വീഡിയോയുടെ പേര്. $1 ബില്യൺ വമ്പൻ സബ്മറീനെ കുറിച്ച് 25 മിനിറ്റുള്ള വീഡിയോ 49,000 പേര് യൂട്യൂബിൽ മാത്രം കണ്ടിട്ടുണ്ട്. ദ കോസ്റ്റ് മിസൈൽ, യുദ്ധക്കപ്പലുകളുടെ അന്തകൻ എന്ന പേരിൽ ഒരു വീഡിയോ അതിന് മുമ്പ് ചെയ്ത് 3 ആഴ്ച മുമ്പാണ്. ഇതാണ് റഷ്യയുടെ നൈറ്റ് ഹണ്ടർ, ഒരു കറുത്ത കഴുകൻ്റെ കഥ. റഷ്യയെ പോലും പേടിപ്പിക്കുന്ന അമേരിക്കൻ വിമാനം, ലോകത്തെ വിറപ്പിച്ച ആകാശത്തെ മുതല, ഇറാൻ്റെ ആയുധപ്പുര, ശാസ്ത്രജ്ഞർ ഭയക്കുന്ന ശവകുടീരം, ഒരു അദ്ഭുത യാനത്തിൻ്റെ കഥ, ഒരു യഥാർത്ഥ UFOയുടെ കഥ, ഒരു സോവിയറ്റ് ഇതിഹാസം, ഒരു നിശബ്ദ പോരാളിയുടെ കഥ, ഒരിക്കലും തോൽക്കാത്ത പോരാളിയുടെ കഥ, ജെറ്റ് എഞ്ചിൻ നിർമ്മിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ട്, സ്വീഡൻ സ്വന്തം ഡ്രാഗൺ, മരണത്തെ ജയിച്ച സോവിയറ്റ് ഇതിഹാസം, മിസൈലുകളുടെ രാജാവിൻ്റെ കഥ, ഒരു വിയറ്റ്നാമീസ് ഇതിഹാസം, ഒരു ആകാശ പോരാളിയുടെ കഥ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം വീഡിയോ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ചില വീഡിയോകൾ ലക്ഷക്കണക്കിന് ആളുകളാണ് കണ്ടത്. ചൈന ഇന്ത്യ ആക്രമിച്ചാൽ എന്തു സംഭവിക്കും എന്നതിനെക്കുറിച്ച് അദ്ദേഹം ഏതാണ്ട് 4 വർഷം മുമ്പ് ചെയ്തൊരു വീഡിയോ 1.5 മില്യൺ ആളുകളാണ് കണ്ടത്. മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും അത്ഭുതകരമായ എയർക്രാഫ്റ്റിനെ കുറിച്ചുള്ള വീഡിയോ 1.1 മില്യൺ കണ്ടു. മനുഷ്യൻ സൃഷ്ടിച്ച ഏറ്റവും മാരകമായ ആയുധം എന്ന പേരിൽ ന്യൂക്ലിയർ സബ്മറീനെ കുറിച്ച് എഴുതിയ വീഡിയോയും, ISRO ശാസ്ത്രജ്ഞർ കണ്ട അന്യഗ്രഹ ജീവികൾ ഒരു സംഭവകഥ എന്ന വീഡിയോയും, ഐസക് ന്യൂട്ടൻ്റെ ജീവിതകഥയും, ലോകത്തെ ഏറ്റവും വലിയ പടക്കപ്പലിനെ കുറിച്ചുള്ള കഥയും, അമേരിക്കയിൽ ഒളിപ്പിച്ച അന്യഗ്രഹ ജീവികൾ തുടങ്ങിയവയുമൊക്കെ ലക്ഷക്കണക്കിന് ആളുകളാണ് കണ്ടത്. അങ്ങനെ ലക്ഷക്കണക്കിന് ആരാധകരുള്ള ഒരു വ്ളോഗർ കൂടിയായിരുന്നു അന്തരിച്ച അനീഷ് മോഹൻ. അനീഷ് മോഹൻ്റെ നാട്ടുകാരനും സുഹൃത്തുമായ സിംഗപ്പൂരിൽ ജോലി ചെയ്യുന്ന ബാലചന്ദ്രൻ ഇങ്ങനെ എഴുതി. അത്യധികം വേദനയോടെയാണ് ഈ വരികൾ കുറിക്കുന്നത്. പ്രിയപ്പെട്ട അനീഷ്, ഇനി ഓർമ്മകളിൽ മാത്രം. മനസ്സിൽ ആഴത്തിൽ സ്നേഹിച്ച അനുജനെ, പ്രിയപ്പെട്ട കൂട്ടുകാരന് കണ്ണീർ പൂവ്, ആദരാഞ്ജലികൾ. സിക്കിമിലെ മണ്ണിടിച്ചിലിൽ നിന്ന് അവൻ തിരികെ വരുമെന്ന് പ്രതീക്ഷകൾ, പ്രാർത്ഥനകൾ എല്ലാം വിഫലമായിരിക്കുന്നു. നാഷണൽ ഹൈഡ്രോ പവർ കോർപ്പറേഷൻ സീനിയർ മാനേജരും ജിയോളജിസ്റ്റുമായ അനീഷ് മോഹൻ വിടവാങ്ങി എന്ന വാർത്ത നെഞ്ചു പിളർക്കുന്ന വേദനയോടെയാണ് കേട്ടത്. വെറും ഒരു സുഹൃത്ത് മാത്രമായിരുന്നില്ല അവൻ. അനുജനെ പോലെ ഒരു സ്വാതന്ത്ര്യം കാണിച്ചിരുന്നു. എൻ്റെ പ്രവാസ ജീവിതത്തിൽ കണ്ടുമുട്ടലുകൾ വല്ലപ്പോഴുമായി എന്നത് സത്യം. ശാസ്ത്രത്തെ സ്നേഹിച്ച മനുഷ്യൻ, ശാസ്ത്ര വിഷയങ്ങൾ സാധാരണക്കാരിലേക്ക് ലളിതമായി എത്തിച്ച സയൻറ്റിഫിക് മലയാളി എന്ന യൂട്യൂബ് ചാനലിലൂടെ മലയാളികൾക്കേറെ പ്രിയങ്കരനായ വ്ളോഗറായിരുന്നു. കഴിവുറ്റ പ്രതിഭ. നാട്ടകം ഗവൺമെൻറ് കോളേജിൽ നിന്ന് ജിയോളജി പഠിച്ചിറങ്ങി. പിന്നീട് NHPCയിൽ ഉയർന്ന പദവിയിലെത്തിയിട്ടും ലളിതമായ പെരുമാറ്റം കൊണ്ടും സ്നേഹം കൊണ്ടും എല്ലാവരുടെയും മനം കവർന്നു. കോട്ടയം പുതുപ്പള്ളി പത്താഴക്കുഴിയിൽ വീട്ടിൽ പ്രായമായ മാതാപിതാക്കളെയും പ്രിയപ്പെട്ട ഭാര്യ സംഗീതയെയും കുരുന്നുകളായ കാർത്തിയായനെയും ആരവിനെയും ഈ വലിയ തകർച്ചയിൽ ആശ്വസിപ്പിക്കാൻ വാക്കുകളില്ല. പ്രിയപ്പെട്ട അനീഷ്, നിന്റെ ചിരിക്കുന്ന മുഖവും ശാസ്ത്രത്തോടുള്ള ആവേശവും സ്നേഹം നിറഞ്ഞ സംസാരവും ഞങ്ങളുടെ മനസ്സിലെന്നും ജീവിക്കും. ആത്മാവിന് നിത്യശാന്തി നേരുന്നു. മലയാളികൾ അറിയാതെ പോവരുത്. സയൻറ്റിഫിക് മലയാളി എന്ന പേരിൽ സയൻസിനെ കുറിച്ച് ലളിതമായി നമ്മളോട് പറഞ്ഞുകൊണ്ടിരുന്ന അനീഷ് മോഹനൻ്റെ അകാലത്തിലുള്ള ഈ മരണം, സിക്കിമിലെ തുരങ്കത്തിൽ വെച്ച് അപകടത്തിൽ മരിച്ച അനീഷ് മോഹനൻ എന്ന ശാസ്ത്ര സ്നേഹിക്ക്, ശാസ്ത്ര വ്ളോഗർക്ക്, ശാസ്ത്രജ്ഞനെ മറുനാടൻ മലയാളിയുടെ ആദരാഞ്ജലികൾ.